നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ്. 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിലും, അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും. ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് കേരളത്തിന്റെ സ്ഥാനം. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടകവും. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ലയാണെങ്കിലോ ഇടുക്കിയാണ്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏതൊക്കെയാണ് കടൽ തീരമില്ലാത്ത ജില്ലകള്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയി തിരിക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് അവ? ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ബ്രൗൺ കളറിൽ കൊടുത്തത് ഏതാണ്? മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. എന്താ പറയുന്നത്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം അല്ലെ? കടുവ, പുലി, ഏതൊക്കെയാണ്? കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകള്, നിരവധി ഇനം പക്ഷികള്, ചിത്രശലഭങ്ങള്, ഇതെല്ലാം എന്നീ അപൂർവ ജീവികളെല്ലാം പശ്ചിമഘട്ടത്തിലുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈട്ടി, അകില്, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. നിശബ്ദതയുടെ താഴ്വരയിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന പേര് വരുവാൻ കാരണം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പൊ സൈലന്റ് വാലി എവിടെ സ്ഥിതി ചെയ്യുന്ന? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കില്. അടുത്തത് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്.
ഇനി കാലാവസ്ഥ. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അല്ലെ. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? കടലിന്റെ സാമീപ്യമാണ്. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിന്റെ സാമീപ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം എങ്ങനെ അറിയപ്പെടുന്നത്? ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എങ്ങനെ അറിയപ്പെടുന്നത്? തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. ഏതൊക്കെ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് അല്ലെ. ഏതൊക്കെ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ഡിസംബർ അല്ലെ. കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ഡിസംബർ ആണ്. കേരളത്തിലെ മധ്യകാലം ആരംഭിക്കുന്നത് കേരളത്തിലെ വേനൽക്കാലം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി മധ്യത്തോടു കൂടിയാണ് അല്ലെ. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി മധ്യത്തോടു കൂടിയാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്. നദികള്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേരളത്തിൽ ഒഴുകുന്നത്. ഇവയിലെ കബനി, ഭവാനി, പാമ്പാർ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികള് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളാണ് ഉള്ളത്. ഇവയിലെ കബനി, ഭവാനി, പാമ്പാറ് എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അല്ലെ. കൊടുങ്ങരപ്പള്ളം പുഴ അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. കൊടുങ്ങരപ്പള്ളം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിലാണ് എത്തിച്ചേരുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്നു. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികള്, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തോടുകൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോ കൊടുങ്ങരമ്പള്ളം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് കൊടുങ്ങരമ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. എത്തിച്ചേരുന്നത് എവിടെയാണ്? ഭവാനി പുഴയിലാണ് എത്തിച്ചേരുന്നത്. കായലുകള്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകള്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകള്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ഏതൊക്കെ ജില്ലകളിലാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായല്. തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങൾ.
കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കൃഷിയും ജനജീവിതവും. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത് അല്ലെ. തീരപ്രദേശങ്ങളിൽ ഏതൊക്കെ വിളകളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്? തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ്. എന്നാൽ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ് വിളകള്? നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് എന്നിവയെല്ലാം ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഇടനാട്ടിൽ എത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. മലനാട്ടിലാണെങ്കിലോ, മലനാട്ടിലെ പൊതുവെ തണുത്ത കാലാവസ്ഥയാണ്. അവിടെ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? തേയില, ഏലം, കുരുമുളക് എന്നീ വിളകളൊക്കെ എവിടെ കൃഷി ചെയ്യുന്നത്? മലനാട്ടിലാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഏതാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവം? ഓണമാണ് അല്ലെ. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഗതാഗതം. കേരളത്തിന്റെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകള്, തടാകങ്ങള്, നദീമുഖങ്ങള് എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായിട്ടുള്ള ഗതാഗത മാർഗങ്ങളുണ്ട്. കായലുകള്, തടാകങ്ങള്, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്തോടുകൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിൽ ഉണ്ടായി. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്തോടു കൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിൽ ഉണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇടനാട്ടിലും മലനാട്ടിലും പ്രധാനമായിട്ടും എന്താ ഉള്ളത്? റോഡ് ഗതാഗതമാണ് അല്ലെ. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. ഇനി ഇവിടെ എന്താ പറയുന്നത്? കേരളത്തിലെ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്. കേരളത്തിൽ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടും. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേരളം, മണ്ണും മഴയും മനുഷ്യരും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ ഏറിയ പങ്കും എവിടെ നിന്ന് എത്തുന്നത്? സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ്. നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ ഏറിയ പങ്കും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്? സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ്. അയൽനാടുമായൊരു താരതമ്യം. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട്. പ്രധാന മണ്ണിനങ്ങൾ. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ഏതൊക്കെയാണ് തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങള്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ജലലഭ്യത. കേരളത്തിന്റെ വാർഷിക മഴ 300 സെന്റിമീറ്റർ ആണ്. തമിഴ്നാടിന്റെ വാർഷിക മഴയാണെങ്കിലോ 95.9 സെന്റിമീറ്റർ ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ 14 നദികളാണ്.
മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. കേരളത്തിലെ മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. എന്നാൽ തമിഴ്നാട്ടിലാണെങ്കിൽ മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് കേരളത്തിലുള്ളത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് കേരളത്തിലുള്ളത്. മഴയുടെ ലഭ്യതയാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സമുദ്രത്തിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. മലനാട്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിലെ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിലെ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടം. എന്താ പറയുന്നത്? കേരളത്തിലെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിലെ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് മലനാട്. മലനാട്ടിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള്, തേയില, കാപ്പി. ഏതൊക്കെയാണ് മലനാട്ടിലെ പ്രധാന വിളകൾ? ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള്, തേയില, കാപ്പി. ഇതൊക്കെ മലനാട്ടിലെ പ്രധാന വിളകളാണ് അല്ലെ. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില. താപനില എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനില. ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇതൊക്കെയാണ് മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഇവിടെ ഒരു കോളത്തിൽ ജോൺ ജോസഫ് മർഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയർലൻഡ് സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്ക് അടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങി. ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയത് എപ്പോഴാണ്? 1902. എവിടെയാണ് തുടങ്ങിയത്? ആലുവയ്ക്ക് അടുത്ത് പെരിയാറിന്റെ തീരത്താണ്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലെ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങി. എവിടെയാണ്? ഏന്തയാറ്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ജോൺ ജോസഫ് മർഫി. അടുത്തത് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാടിന്റെ സ്ഥാനം. എവിടെയാണ്? തീരപ്രദേശത്തിന്റെയും മലനാടിനും ഇടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഭക്ഷ്യധാന്യങ്ങള്, പച്ചക്കറികള്, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിന്റെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. ഭക്ഷ്യധാന്യങ്ങള്, പച്ചക്കറികള്, കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗങ്ങളാണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ. ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം.
എന്തൊക്കെയാ പറയുന്നത്? ധാരാളമായി ലഭിക്കുന്ന മഴ, ലാറ്ററൈറ്റ് കുന്നുകള്, നദീതടങ്ങളിലെ എക്കൽ മണ്ണാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇടനാട് അല്ലെ. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ് എവിടെ? ഇടനാട് അല്ലെ. 20-ാം നൂറ്റാണ്ടിന്റെ ആധിപത്യത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആധിപത്യത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചില്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ് ചെയ്തത്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നു. തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. തീരപ്രദേശത്തെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ്? നെല്ലും തെങ്ങുമാണ് തീരപ്രദേശത്തിലെ മുഖ്യ വിളകള്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും, തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുകൂലമാണ്. എന്താ ഇവിടെ പറയുന്നത്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും, തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന. ഏതൊക്കെയാണ്? കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. ഹൈഡ്രോപോണിക്സ്. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങള് വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ. വേരുകൾക്ക് പടരാൻ തണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങള് വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ. വേരുകൾക്ക് പടരാന് തൊണ്ട്, ചരല് തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. എന്താണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്? മുളയിലോ കമ്പുകളിലോ വിലക്കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. മുളയിലോ കമ്പുകളിലോ വിലക്കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടുന്ന രീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകുന്നില്ല. സർക്കാരിന്റെ പ്രോത്സാഹനം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാരിന്റെ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. പഴങ്ങള്, പച്ചക്കറികള്, സുഗന്ധവിളകള്, കൂണിനങ്ങള്, ഔഷധ സസ്യങ്ങള് എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്? പഴം, പച്ചക്കറി, സുഗന്ധവിളകള്, കൂണിനങ്ങള്, ഔഷധ സസ്യങ്ങള്, അതുപോലെ തന്നെ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കല്. ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് മിഷനാണ്? ഹോർട്ടികൾച്ചർ മിഷന്.
എന്താണ് ഹരിതഗൃഹ കൃഷി? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള ഇടങ്ങളിലെ വിളകളൊക്കെ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. കൃത്യത കൃഷി. എന്താണ് കൃത്യത കൃഷി? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. എന്താ പറയുന്നത്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യത കൃഷി. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അടുത്തത് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾ അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. എന്താണ് ഫെർട്ടിഗേഷൻ? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നു. ഇതാണ് ഫെർട്ടിഗേഷൻ. ചിങ്ങം 1 കർഷക ദിനം അല്ലെ? എന്നാണ് കർഷക ദിനം? ചിങ്ങം 1. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ. നമ്മൾ വേണ്ട